എറണാകുളം മൂവാറ്റുപുഴയിൽ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനം കണ്ടെത്തി. തൊടുപുഴ വെങ്ങല്ലൂരിലാണ് ഈ വാഹനം ഉപേക്ഷിച്ചത്. പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. ലാൽ കൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ലാൽ, ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ നിർണായകമായൊരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. ഈ വാഹനം, പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനം കണ്ടെത്തിയിരിക്കുന്നു. ഇവരെ സംബന്ധിച്ച് ഇവരെവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? അതായത് ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് പരിസരത്തു നിന്നോ ഒരു CCTV ഫുട്ടേജ് പോലും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഇത് അത്തരത്തിലുള്ള ഒരു തിരക്കേറിയ പ്രദേശമല്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ വാഹനം ഉപേക്ഷിച്ച വെങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലം തൊടുപുഴ നഗരത്തിൻ്റെ ഹൃദയഭാഗം തന്നെയാണ്. തൊടുപുഴ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രതികൾ ഏത് ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്? പ്രതികൾ എന്ന് പറയാൻ കഴിയില്ല. പ്രധാന പ്രതി ഷെരീഫാണ് ഈ വാഹനം ഉപയോഗിച്ചിരുന്നത്. ഇയാൾ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. മറ്റു പ്രതിയായിട്ടുള്ള ആഫീസ് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഓഫീസിനെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. പക്ഷേ പ്രധാന പ്രതി, അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കിയ ഷെരീഫ് എന്ന് പറയുന്ന ആൾ ഉപയോഗിച്ച വാഹനമാണ് ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വാഹനത്തിൽ വ്യക്തമായ പരിശോധനയും ഫിംഗർ പ്രിൻറ്റ് സാമ്പിളുകളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഈ രക്ഷപ്പെടാൻ സഹായിച്ച 3 പേർ നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇതുകൂടാതെയാണ് ഷെരീഫിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം വ്യാപിച്ചിരിക്കുന്നത്. തൊടുപുഴ നഗരത്തിലെത്തിയതിനു ശേഷം ഇയാൾ എങ്ങോട്ടാണ് പോയത് എന്ന് കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിലാണ് നിലവിൽ പോലീസിന് സഹായമാകുന്ന തെളിവുകളുള്ളത്. ഈ സംഭവം നടന്ന അന്ന് തന്നെ, അതായത് ഇന്നലെ വൈകിട്ട് തന്നെയാണ് ഈ വാഹനം അവിടെ ഉപേക്ഷിക്കപ്പെട്ടത് എന്നുള്ളത് കണ്ടെത്തി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CCTV വിഷ്വൽസ് പരിശോധിച്ച് ഇയാൾ എങ്ങോട്ടാണ് പോയത്, ഏത് ദിശയിലേക്കാണ് ഇയാൾ സഞ്ചരിച്ചത് എന്ന കാര്യങ്ങൾ കൂടി കണ്ടെത്താൻ കഴിയും എന്നൊരു ഉറപ്പ് കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ കേസിലെ പ്രധാന പ്രതിയുടെ കൂട്ടാളിയായിട്ടുള്ള ആഫീസിനെ കുറിച്ചുള്ള അന്വേഷണവും ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. കസ്റ്റഡിയിലുള്ള പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ പോലീസിന് ലഭിക്കുന്നുണ്ട്. ഈ പ്രതികൾ തന്നെയാണ് ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചത്. പക്ഷേ പ്രതികളുടെ ഫോണെല്ലാം പിന്നീട് സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. ശരി, ലാൽകൃഷ്ണനാണ് തൊടുപുഴയിലും വിശദാംശങ്ങൾ നൽകിയത്.